നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഈ ആഴ്ചത്തെ നക്ഷത്രവാരഫലം, അതായത് ഫെബ്രുവരി 24 മുതൽ മാർച്ച് 2 വരെയുള്ള നക്ഷത്രം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്ന് നോക്കാം. മേടം രാശിക്കാർ. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണ സുഖകരമായിരിക്കില്ല. തൽഫലമായി കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളി എന്നിവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം. ചന്ദ്രചിഹ്നം അനുസരിച്ച് കേതു 6ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളുടെ പണം ലാഭകരമായി കണ്ടാലും ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റിയിലോ നിയമവിരുദ്ധ നിക്ഷേപത്തിലോ നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുക. തുടക്കത്തിൽ നിങ്ങളുടെ പണം സുരക്ഷിതമായി കാണപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ നഷ്ടമുണ്ടാകും. ഈ ആഴ്ച സന്തോഷകരവും അതിശയകരവുമായിരിക്കും. നിങ്ങളുടെ വീട് അതിഥികളാൽ നിറയ്ക്കാൻ കഴിയും. അതിനോടൊപ്പം കുടുംബവുമായുള്ള സാമൂഹിക പ്രവർത്തനങ്ങളും ഈ സമയത്ത് കുടുംബാംഗങ്ങളെ സന്തുഷ്ടരാക്കി വെക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ആഴ്ച എതിരാളികൾ മൂലം ബിസിനസ് രാശിക്കാർ അസ്വസ്ഥരാകാം. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പരിചയസമ്പന്നരായ ചില ആളുകളുമായോ വിദഗ്ധരുമായോ നിങ്ങൾക്ക് കൂടിയാലോചിക്കാം. ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും. ഈ ആഴ്ച വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ കാലയളവ് അനുകൂലമായിരിക്കും. നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും. ഇടവം രാശിക്കാർ. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 11ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ആരോഗ്യ കാഴ്ചപ്പാടിൽ സാഹചര്യം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലം തന്നെ ആയിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് നല്ലതും മികച്ചതുമായ ആരോഗ്യം ആസ്വദിച്ച് സന്തോഷിക്കാൻ കഴിയും. പണത്തിൻ്റെ വലിയൊരു ഭാഗം വളരെ കാലമായി എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒടുവിൽ ആ പണം ലഭിക്കും. ഈ ആഴ്ച സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ സമയത്ത് മറ്റുള്ളവരിൽ മാറ്റം വരുത്തുന്നതിന് പകരം നിങ്ങൾ സ്വയം മാറ്റം വരുത്തുകയാണെങ്കിൽ സമ്മർദ്ദമില്ലാതെ നിങ്ങൾക്ക് തുടരാം. മുൻപത്തെ ദിവസങ്ങളിൽ ജോലിയിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ഈ ആഴ്ച പൂർണ്ണമായും അത് മറികടക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പൂർത്തിയാവാത്ത പ്രവർത്തികൾ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയത്ത് നിങ്ങളിൽ ജോലിഭാരം അല്പം വർദ്ധിച്ചേക്കാം. എന്നാൽ ശരിയായ തന്ത്രവും നിങ്ങളുടെ ധാരണയിലൂടെ ജോലിയോടുള്ള നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ എല്ലാ ശ്രമങ്ങളിലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വരുന്ന എല്ലാ തടസ്സങ്ങളിലും നിങ്ങൾ വിജയിക്കും. കടന്നു പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ഇപ്പോൾ ഖേദിച്ചാൽ നിങ്ങളുടെ സമയം പാഴാക്കുക മാത്രമാണ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകമായി ഒരു ഉപയോഗവും ഉണ്ടാകില്ല. മിഥുനം രാശിക്കാർ. ഈ ആഴ്ച നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കും. കാരണം ഈ സമയത്ത് നിങ്ങളുടെ കുടുംബവും ജോലിസ്ഥലവും തമ്മിലുള്ള ശരിയായ ബാലൻസ് നിലനിർത്തുന്നതിൽ, നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിലും നിങ്ങൾ വിജയിക്കും. ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് ബിസിനസ്സിൽ മികച്ച ലാഭം നേടാൻ സാധിക്കും. അതുവഴി പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കാനുമാകും. എന്നാൽ പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. പണവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും പെട്ടെന്ന് എടുക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയായി ചിന്തിക്കേണ്ടതുണ്ട്. കുടുംബത്തിൻ്റെ സഹായത്തോടെ വാടക വീടിന് പകരം സ്വന്തമായി വീടെടുക്കുന്നവർക്ക് വിജയിക്കാനുള്ള സാധ്യത കാണുന്നു. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ രാശിക്കാരിലെ ചില ആളുകൾ ഈ ആഴ്ച ജോലിയിൽ വളരെ ശുഭകരമായി തന്നെ പ്രവർത്തിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫലങ്ങളും ലഭിക്കും. കൂടാതെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും വളരെയധികം ലക്ഷ്യബോധവും അത് നേടുന്നതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ടായിരിക്കും.
ഈ ആഴ്ച നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് കാണാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ കഴിവുകൾ കുറച്ചു കാണുന്നതിലും പകരം നിങ്ങൾ സ്വയം കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കർക്കിടകം രാശിക്കാർ. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 11ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യ ജാതകത്തിൽ പ്രധാനപ്പെട്ടതും ഗുണപരവുമായ നിരവധി മാറ്റങ്ങൾ നിങ്ങൾ കണ്ടേക്കാം. നിങ്ങളുടെ ചെറിയ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നല്ല നിലയിലാക്കാനും സഹായിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം നടത്തേണ്ടതുണ്ടെങ്കിൽ ആദ്യം യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തി അതിനുശേഷം മാത്രം നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണം കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഉപദേശപ്രകാരം നിങ്ങൾക്കൊരു പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. കുടുംബ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു വാഹനം വാങ്ങാനുള്ള ആഗ്രഹം ആലോചിക്കാം. ചന്ദ്രചിഹ്നം അനുസരിച്ച് കേതു 3ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ അർപ്പണബോധവും കഠിനാധ്വാനവും നിങ്ങൾക്ക് ഉയർച്ച തന്നെ നൽകും. ചിങ്ങം രാശിക്കാർ. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതിനാൽ അസിഡിറ്റി, ദഹനക്കേട്, വാദം തുടങ്ങിയ രോഗങ്ങളാൽ നിങ്ങൾ അസ്വസ്ഥരായിരുന്നെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഈ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. എന്നിരുന്നാലും കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആഴ്ച സാമ്പത്തിക ജീവിതത്തിന്റെ കാര്യത്തിൽ മികച്ചതായിരിക്കും. എന്നിരുന്നാലും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കേടുപാടുകൾ കാരണം നിങ്ങൾ നിങ്ങളുടെ പണം അതിൽ ചെലവഴിക്കേണ്ടി വരും. ഈ ആഴ്ച നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ത്രീ അംഗത്തിന്റെ ആരോഗ്യ പ്രശ്നം കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാനുള്ള പ്രധാന കാരണമാകും. തൽഫലമായി നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും. കുടുംബ വൈരുദ്ധ്യങ്ങൾ നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ നെഗറ്റീവ് ഫലം നിങ്ങളുടെ ജോലിയെ തന്നെ തടഞ്ഞെന്ന് വരാം. അത്തരമൊരു സാഹചര്യത്തിൽ അമിതമായി ചിന്തിക്കാതെ പ്രതികൂല സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ ശരിയായ സമയം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക. കന്നിരാശിക്കാർ. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 9ാം ഭാവത്തിൽ വരുന്നതിനാൽ ആരോഗ്യപരമായി ഈ ആഴ്ച സാധാരണയേക്കാൾ അല്പം മികച്ചതായിരിക്കും. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ മാനസികമായും ശാരീരികമായും വളരെ ആരോഗ്യവാന്മാരായിരിക്കും. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 7ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങൾ മദ്യം കഴിക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം ആരോഗ്യം മോശമായേക്കാം. പണത്തിന്റെ വലിയൊരു ഭാഗം വളരെ കാലമായി എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ആ പണം ലഭിക്കും. കാരണം പ്രതിവാര ജാതക പ്രകാരം നിങ്ങൾക്ക് ഈ ആഴ്ച കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും ലഭിക്കും. ഈ സമയത്ത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള മുൻപുണ്ടായിരുന്ന എല്ലാ പൊരുത്തക്കേടുകളും നിങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിമാനം വർദ്ധിപ്പിക്കാനിടയാക്കും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തെ മാറ്റി നിർത്തി മുഴുവൻ അവരുടെ സുഖസൗകര്യങ്ങൾ നിറവേറ്റാൻ കഴിയും. തുലാം രാശിക്കാർ. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 6ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര പോകേണ്ടി വരാം. അത്തരമൊരു സാഹചര്യത്തിൽ ഈ യാത്ര നിങ്ങൾ ചിലപ്പോൾ സമ്മർദ്ദത്തിലാക്കിയേക്കാം. അതിനാൽ കഴിയുമെങ്കിൽ ഇപ്പോൾ ആ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ ആഴ്ച നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഭൂതകാലത്തിലെ ഏതെങ്കിലും സാമ്പത്തിക പരിമിതിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഇതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും.
മാത്രമല്ല, നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്തി നിങ്ങളുടെ ശ്രമങ്ങൾ ശരിയായ ദിശയിൽ നടത്തുകയും ചെയ്യും. ചന്ദ്രചിഹ്നം അനുസരിച്ച് കേതു 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച മറ്റുള്ളവരെ കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട ജോലിയും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ചങ്ങാതിമാരുമായോ ബന്ധുക്കളുമായോ പങ്കിടുന്നത് ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളിൽ നിന്ന് വായ്പ ആവശ്യപ്പെട്ട് അവർ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കിയേക്കാം. നിങ്ങളുടെ ബിസിനസ് പോസിറ്റീവ് ദിശയിലേക്ക് നീങ്ങും. ഇതുമൂലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ചെറുതായി മുക്തി നേടാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല വിജയം ലഭിക്കും. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, നിയമ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം സാധാരണത്തേക്കാൾ മികച്ചതായിരിക്കും. ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു വിദേശ സർവകലാശാലയിൽ പ്രവേശനം നേടാനുള്ള നല്ല വാർത്ത സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് ലഭിക്കും. വൃശ്ചിക രാശിക്കാർ, സംതൃപ്ത ജീവിതത്തിനായി നിങ്ങളുടെ മാനസിക കഴിവ് ഉയർത്തുക. ഇതിനായി നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ യോഗയുടെയോ വ്യായാമത്തിൻ്റെയോ സഹായം സ്വീകരിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കാം. അതിഥികളുടെ ആതിഥ്യ മര്യാദയ്ക്കും സുഖ സൗകര്യങ്ങൾക്കുമായി നിങ്ങൾ ആവശ്യത്തിലധികം പണം ചിലവാക്കിയേക്കാം. ഈ ആഴ്ച ഏതെങ്കിലും വീട്ടുപകരണങ്ങളോ വാഹനത്തിൻ്റെയോ തകരാറ് മൂലം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ തുടക്കം മുതൽ ഇവയുടെ പരിപാലനം ശ്രദ്ധിക്കുക, അവയോട് ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ വേഗത ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം വാഹനം തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ ചിന്തയും പദ്ധതികളും കൈമാറാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ ചിന്തകളും ഉപദേശങ്ങളും ജോലിസ്ഥലത്ത് അത്ര പ്രാധാന്യം നേടില്ല. ഈ സമയത്ത് നിങ്ങൾ സ്വയം ഏകാന്തത കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്ക് വേഗതയും കുറഞ്ഞേക്കാം. ഈ ആഴ്ച മുൻപത്തെ സമയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാത്ത അവസരങ്ങൾ ഈ സമയത്ത് കണ്ടെത്താനാകും. അതിനുശേഷം നിങ്ങളുടെ നഷ്ടപ്പെട്ട ബഹുമാനം മറ്റുള്ളവരെ മുന്നിൽ നേടണമെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അതിനായി കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട്. ധനുരാശിക്കാർ, ഈ ആഴ്ച നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പുറത്തുനിന്ന് വാങ്ങിയ വറുത്ത ഭക്ഷണം കഴിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. കൂടാതെ രാവിലെയും വൈകുന്നേരവും നടക്കുന്നത് പതിവാക്കുക. കൂടുതലും കാൽനടയായി പോകുക. ശുദ്ധവായു ആസ്വദിക്കുക. സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച അത് പൂർണ്ണമായും മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക ജീവിതത്തിലെ ഈ സമയത്ത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ പിന്തുണ ലഭിക്കും. അതിനാൽ കുറഞ്ഞ ശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് പണം ലഭിക്കും. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 6ാം ഭാവത്തിൽ വരുന്നതിനാൽ നിങ്ങളിപ്പോൾ തെറ്റായ സാമ്പത്തിക തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടേക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ വീട്ടുജോലിക്കൊപ്പം നിങ്ങൾ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും കൂടുതൽ സജീവമായി പങ്കെടുക്കുകയും കുടുംബാംഗങ്ങളുമായി ഒരു തീർത്ഥാടനത്തിന് പോവുകയും ചെയ്യും. ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി 3ാം ഭാവത്തിൽ വരുന്നതിനാൽ ഏതെങ്കിലും പുതിയ ജോലി ആരംഭിക്കുന്നതിനോ എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിനോ ഉള്ള യോഗം കാണുന്നു. ഈ സമയത്ത് പഠനത്തോടുള്ള നിങ്ങളുടെ അശ്രദ്ധമായ മനോഭാവം, നിങ്ങളുടെ മുൻപത്തെ കഠിനാധ്വാനം, അതേപോലെ നിങ്ങളുടെ ഇപ്പോഴുള്ള എല്ലാ ശ്രമങ്ങളും ചിലപ്പോൾ പരാജയപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ പഠനത്തിൽ ശ്രദ്ധയായി മുന്നേറുക. മകരം രാശിക്കാർ, ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 5ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ജിമ്മിൽ പോകുന്നവർ അമിത ഭാരം ഉയർത്തുന്നത് ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പേശികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇതൊഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമയം നല്ലതായിരിക്കും. സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ സമയം നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ നൽകും. പണം ലാഭിക്കുന്നതിനും സ്വരൂപിക്കുന്നതിനും ഈ ആഴ്ച കുടുംബാംഗങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ലഭിക്കും. നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആത്മവിശ്വാസം നൽകാം. ഇതിനായി നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ മാതാപിതാക്കളോട് എല്ലാം പറയുകയും അതിനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ അറിയുകയും ചെയ്യുക.
ഈ ആഴ്ച ബിസിനസ് വ്യാപാരികൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കാം. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം പറയുവാണെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ വിജയം നേടാൻ സാധിക്കും. കുംഭം രാശിക്കാർ. ഈ ആഴ്ച മുഴുവൻ വയസ്സായ രാശിക്കാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനായി രാവിലെയും വൈകുന്നേരവും പാർക്കിൽ പോയി ഏകദേശം 30 മിനിറ്റ് നടക്കുക. ശുദ്ധവായു ശ്വസിക്കുക, മനസ്സമാധാനത്തോടെ ഇരിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് നിങ്ങളുടെ ലാഭത്തിന്റെ വലിയൊരു ഭാഗം ശേഖരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 4ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ അധിക പണം ഒരു റിയൽ എസ്റ്റേറ്റിലോ പ്രോജക്റ്റിലോ ലാൻഡ് പ്രോപ്പർട്ടിയിലോ നിക്ഷേപിച്ച് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹകരണ സ്വഭാവമുള്ളവരാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇതൊക്കെയാണെങ്കിലും അവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവരെ വേദനിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ പ്രണയത്തിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും. നിങ്ങളുടെ നേരിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ ജോലിയിൽ നിരന്തരമായ തടസ്സങ്ങൾക്ക് ചിലപ്പോൾ പ്രധാന കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അവസാനമായി മീനം രാശിക്കാർ. ഈ ആഴ്ച രക്തസമ്മർദ്ദം, പ്രമേഹം അല്ലെങ്കിൽ അമിതവണ്ണം എന്നിവയുടെ രോഗികൾ സ്വയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയത്ത് മരുന്ന് കഴിക്കുകയും വേണം. കൂടാതെ നിങ്ങളുടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് നിയന്ത്രണത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം ഇത് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ആരോഗ്യമായി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനകരമായ ഫലങ്ങളും ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവരിൽ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അന്ധമായ വിശ്വാസം ചിലപ്പോൾ പ്രശ്നകരമായേക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതികൂലമായി എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഏതൊരു വ്യക്തിയെയും അന്ധമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ തമാശ സ്വഭാവം സമൂഹത്തിൽ ഒത്തുചേരൽ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നിരവധി വിശിഷ്ടാതിഥികളുടെ ശ്രദ്ധ ആകർഷിക്കാനും നിങ്ങൾക്ക് കഴിയും. ഈ ആഴ്ച നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ ഓരോ നീക്കത്തെയും പരാജയപ്പെടുത്തുകയും മുഖാമുഖം ഉത്തരം നൽകുകയും ചെയ്യും. നിങ്ങളുടെ മുൻപത്തെ കഠിനാധ്വാനം അനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ശത്രുക്കളുമായി അസ്വസ്ഥരാകുന്നതിന് പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ ആഴ്ച വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ഗുണപരമായ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ കാണും. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറും, ദിവസങ്ങൾ മാറും, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ എപ്പോഴും മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.